കഴിവ് പടച്ചോന്റെ ഒരു കഴിവ് തന്നെ കേട്ടോ അത് തീർച്ചയായിട്ടും. അപ്പൊ അവര് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓക്കി ദുരന്തം എന്ന് പറഞ്ഞ സംഭവം നടന്നല്ലോ നമ്മുടെ നാട്ടില്. ആ ഓക്കി ദുരന്തം നടന്ന സമയത്ത് അത് ആ തിരമാലടിക്കുന്ന സ്ഥലത്ത്, ഈ തിരമാലടിക്കുന്ന സ്ഥലത്ത് ഒരു 10 ആളെ ഹൈറ്റില് തിരമാല വന്നടിക്കും. പക്ഷെ ആ തിരമാല ഈ ചെറിയ ദ്വീപിക്ക് ശക്തി കുറഞ്ഞിട്ട് ഈ ചെറിയ ദ്വീപിക്ക് എത്തുന്നതാണ് ഇവർ പറയുന്നത് കേട്ടോ. ശക്തി കുറഞ്ഞിട്ട് അപ്പോൾ പടച്ചോൻ്റെ ഒക്കെ ഒരു കഴിവാണ്. പടച്ചോൻ്റെ വഴിയിൽ പടച്ചോനെ ചെറിയ ചെറിയ ദ്വീപ് ഉണ്ടാക്കിയാൽ ആ ദ്വീപിനെ സംരക്ഷിക്കാനും പടച്ചോനക്ക് അറിയാലോ. നിങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാലേ ഇതൊരു ചെറിയ ദ്വീപ്, ഇതിൽ ആളില്ലാത്ത ദ്വീപാട്ടാ. പക്ഷെ ഇവിടെ കാക്കകളുണ്ട്. ഈ കാക്കകൾ ആ കാണുന്ന നമ്മളിപ്പോൾ പോകുന്ന ആ കാണുന്ന നമ്മളിതപ്പോൾ ഇങ്ങനെ കാണിച്ചിരുന്നതാ ആ തലക്ക് നിൽക്കുന്ന അഗത്തി, അതാണ് അഗത്തി ദ്വീപ് പറഞ്ഞത്. ആ ദ്വീപിക്ക് ഒരു കാരണവശാലും കാക്കകൾ എത്തൂല. അവിടേക്ക് ഞങ്ങൾ കണ്ടതുമില്ല കേട്ടോ. അവിടെ ഞങ്ങളിപ്പോൾ അവിടെ റൂമൊക്കെ എടുത്തിട്ട് ഒരു കാക്കകളെ പോലും ഞങ്ങൾ കണ്ടില്ല. ഇവിടെ വന്നപ്പോൾ കാക്കകളെ കണ്ടു. അപ്പോൾ എന്താ വെച്ചാൽ ആ ദ്വീപിക്ക് കാക്കകൾ വരൂല എന്നാണ് പറയുന്നത്. എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അവരോട് തന്നെ വിശദമായിട്ട് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ ഫുള്ള് തെങ്ങുകളായിരുന്നു ആദ്യം. ആ തെങ്ങുകളൊക്കെ മുറിച്ച് പിന്നെ ഫ്ലൈറ്റ് പിന്നെ ലാൻഡ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് തെങ്ങുകളൊക്കെ മുറിച്ച് ഇപ്പോൾ കണ്ടൽക്കാടുമായി കിടക്കുകയാണ്. എന്താ വൈബ് നമ്മൾ തെങ്ങിന്റെ നീര് മീര ആ സാധനം നോക്കി മക്കളെ. ഞങ്ങളെ ഒരു ദ്വീപില് കാട്ടിന്റെ ഉള്ളിലാ, പെരുങ്കാട് ഫോറസ്റ്റ് തന്നെ പറയും. 4 ഭാഗം കടല്, ഇതാ 4 ഭാഗം. ഇത് ശരിക്കും ഒരു ഫോറസ്റ്റാ. ചെറിയ ദ്വീപിലുള്ള ചെറിയൊരു ഫോറസ്റ്റ് ഇട്ടാ. നമ്മളെ നാട്ടിലെ ഫോറസ്റ്റ് അല്ലേ? നമ്മളെ നാട്ടിലെ ഫോറസ്റ്റ് ആണ് ദ്വീപിലുള്ള ഫോറസ്റ്റ്. കണ്ടൽക്കാടിന്റെ ലുക്കിലെ ഒരു ഫോറസ്റ്റ്. ഇനി നമ്മൾ ഇറങ്ങാൻ പോണത് ഇതാ കിഡിലം ഒരു സ്ഥലത്ത് കാണാം. കിഡിലം ഒരു സ്ഥലം.